മോളെ, മോൾക്ക് 2 ദിവസം മോളുടെ വീട്ടിലൊക്കെ പോയി നിക്കാൻ മേലായിരുന്നു. ഇപ്പൊ മാസം 2 കഴിഞ്ഞില്ലേ മോളുടെ വീട്ടിലോട്ടൊക്കെ ഒന്ന് പോയിട്ട്? മോളുടെ അച്ഛനും അമ്മയ്ക്കും ആഗ്രഹം കാണത്തില്ലേ സ്വന്തം മോളെ ഒന്ന് കാണാനും കെട്ടിപ്പിടിക്കാനൊക്കെ? ആ അമ്മേ, പോണോന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം അമ്മയുടെ കാല് വയ്യാതിരിക്കുവല്ലേ, ഈ സമയത്ത് അമ്മേനെ ഇവിടെ ഒറ്റയ്ക്കാക്കി ഞാൻ എങ്ങനെ എന്റെ വീട്ടിൽ പോയി നിൽക്കുന്നേ? അവിടെ പോയി നിന്ന് എനിക്ക് മനസമാധാനത്തോടെ നിൽക്കാൻ പോലും പറ്റത്തില്ല. അമ്മയുടെ കാലൊക്കെ ഒന്ന് ശരിയാവട്ടെ, എന്നിട്ട് പോവാലോ. അതൊന്നും കുഴപ്പമില്ല മോളെ, ഞാൻ കാരണം മോള് മോളുടെ വീട്ടിൽ പോവാതൊന്നും ഇരിക്കണ്ട. ഈ കാലിന്റെ വേദന കുറവൊക്കെ ഉണ്ട് ലേശം. പിന്നെ 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, അത് ഞാനങ്ങ് മാനേജ് ചെയ്തോളാം. മോള് പോയി കണ്ടിട്ട് വാ. എങ്കിൽ ശരിയമ്മേ, ഞാനെന്നാ ഇപ്പൊ തന്നെ അച്ഛനും അമ്മേനെ ഒന്ന് വിളിച്ചു പറയട്ടെ, ഞാൻ നാളെ അങ്ങ് ചെല്ലുന്ന കാര്യം. ശരി മോളെ, വേഗം ചെല്ല്. ഡാ മോനെ, നീ അറിഞ്ഞോ അവൾ അവളുടെ വീട്ടിൽ പോവാന്ന്? കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളന്ന്. ഇത് നീയും കൂടെ അറിഞ്ഞോണ്ടുള്ള പണിയാണോ? ആര്? അഞ്ജുവോ? അവള് വീട്ടിൽ പോണ കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. അവള് പറഞ്ഞോ അമ്മയോട് വീട്ടിൽ പോണ കാര്യം? ആ, അവള് പറഞ്ഞു പോനെ. അല്ലേലും ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ ഇത്? ഒന്നാമതേ എന്റെ കാല് വയ്യ. ഈ സമയത്ത് ആരെങ്കിലും സ്വന്തം വീട്ടിലോട്ട് പോവോടാ? ഇങ്ങനെ ഈ സമയത്ത് എന്നെ ഒറ്റയ്ക്കാക്കി പോവാൻ അവൾക്ക് എങ്ങനെ മനസ്സ് വന്നു? നീ ഒരു കാര്യം ചെയ്യൂ, അവളിപ്പൊ നിന്നോട് ചോദിക്കാൻ വരുമ്പോ നീ പോണ്ടതങ്ങ് പറ. ഇല്ലമ്മേ, അവളുടെ എല്ലാ തോന്നിവാസത്തിനൊന്നും കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടത്തില്ല. പിന്നെ ഞാൻ ഈ കാര്യം വന്ന് പറഞ്ഞ കാര്യം തൽക്കാലം നീ അവളോട് പറയണ്ട കേട്ടോ. ശരി മോനെ. ചേട്ടാ, ഞാൻ നാളെ എന്റെ വീട്ടിൽ പോവേ. 2 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. ആരോട് ചോദിച്ചിട്ടാ നീ തീരുമാനം എടുത്തത്? നീ എന്നോടൊരു വാക്ക് ചോദിച്ചോ? നിനക്ക് എങ്ങനെ മനസ്സ് വന്നടി? എന്റെ അമ്മയ്ക്ക് കാല് വയ്യാതിരിക്കുന്ന കാര്യം നിനക്ക് അറിഞ്ഞുകൂടെ? എന്നിട്ടാണോ നീ നിന്റെ വീട്ടിൽ പോയി കുറച്ചു ദിവസം നിൽക്കാൻ പോകുന്നത്? അതെങ്ങനെയാ? എന്റെ അമ്മ വയ്യാത്ത കാലം വെച്ച് ഇവിടുത്തെ സകല പണിയും ചെയ്തോളുമല്ലോ, നിനക്കതൊന്നും അറിയണ്ടല്ലോ. ചേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? അമ്മ പൊക്കോളാൻ പറഞ്ഞല്ലോ, പിന്നെ ചേട്ടൻ എന്താ പ്രശ്നം? അമ്മ പിന്നെ അങ്ങനല്ലേ പറയത്തുള്ളൂ. എന്റെ അമ്മ എന്ത് പാവാന്നറിയോ? അവർക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ടായിരിക്കും നീ ചോദിച്ചപ്പോ പൊക്കോളാൻ പറഞ്ഞത്. തൽക്കാലം നീ എവിടെയും പോകുന്നില്ല.